നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2024 കേരളത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ബി ഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള 2024-25 അധ്യയനത്തിലെ പ്രവേശനം തീരുമാനിക്കുന്ന കീം 2024 കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഏപ്രിൽ 17 വരെയാണ്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഗവൺമെൻറ് വിഭാഗത്തിൽ മെഡിക്കൽ MBBSന് ഏതാണ്ട് 24,000 രൂപയാണ് വാർഷിക ഫീസ് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഓരോ കോളേജുകളുടെയും അവരുടെ ഒരു വർഷത്തെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന ഫീസാണ് നാം അടയ്ക്കേണ്ടതായി വരുന്നത്. ഏകദേശം 7 മുതൽ 8.5 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം വരെയാണ് ഓരോ കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചർ കഴിഞ്ഞ വർഷം ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ MBBSന് ഈ തരത്തിലുള്ള ട്യൂഷൻ ഫീസൊന്നും ഒഴിവാക്കിയിരിക്കുന്ന പല വിഭാഗങ്ങളെയും നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുകയുണ്ടായി. അതിൽ ഒരു വിഭാഗമാണ് രജിസ്റ്റേർഡ് ഫിഷർമാൻ അല്ലെങ്കിൽ FM എന്ന കാറ്റഗറിയിൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഒഴിവാക്കി ബാക്കിയുള്ള ചെലവുകൾ മാത്രം അടച്ച് നമുക്ക് വേണമെങ്കിൽ MBBS പ്രവേശനം നേടാൻ സാധിക്കും. എങ്ങനെയാണ് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതെന്നുള്ളതും അത് അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കീം 2024 അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ റിസർവേഷൻ അനുസരിച്ച് OBCയോ അല്ലെങ്കിൽ SC STയോ ഏത് വിഭാഗമാണോ അതിനനുസരിച്ചുള്ള വില്ലേജ് ഓഫീസറുടെയോ അല്ലെങ്കിൽ തഹസീൽദാരുടെയോ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അവസാനം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പേജിലാണ് രജിസ്റ്റേർഡ് ഫിഷർമാൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് ഫീ കൺസെഷൻ ടു ദ ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ FM കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യപത്രം നമ്മൾ ഫിഷറീസ് ഓഫീസിൽ നിന്നും മേടിക്കുന്നത്. ഇത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ മേടിക്കേണ്ടതല്ല. ഫിഷറീസ് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്ക് ഏത് ജില്ലയിലെ ഏത് താലൂക്കിലെ ഏത് വില്ലേജിൽപ്പെട്ട ഏത് അഡ്രസ്സിലുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളിയാണെന്നുള്ളതും അത് ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെങ്കിൽ മാത്രമേ സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ രജിസ്റ്റേർഡ് ഫിഷർമാൻ ആയി ഇനി അഥവാ ആ ഫിഷർമാൻ മരണപ്പെട്ട സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനും ഈ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള കാറ്റഗറിയിൽ സ്വന്തം കുട്ടിയെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന ആളുടെ വിധവയാണെന്നും ഇദ്ദേഹം കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കേരള ഫിഷർമാൻ വെൽഫെയർ സൊസൈറ്റിയിൽ അംഗമായിരിക്കണം. ആ അംഗസംഖ്യ മുടക്കം കൂടാതെ നിശ്ചിത തവണ അടച്ചിട്ടുണ്ടെന്നുള്ളതും അത് ഏത് കോഡ് പ്രകാരമുള്ളതെന്നും അതുപോലെ വാർദ്ധകാലിക പെൻഷൻ ലഭിച്ചു വരുന്നതാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കേരള 2024 വേണ്ടിയിട്ട് ഈ ഫോം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കീം 2024 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സാമുദായിക സംവരണത്തിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിന് പുറമെ ഫീസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് FM എന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമൊക്കെ നമുക്ക് MBBSന് പ്രവേശനം കിട്ടുമ്പോൾ ഈ കാറ്റഗറിയിൽ പെടുകയാണെങ്കിൽ ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ സ്പെഷ്യൽ റിസർവേഷനകത്ത് FM എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും നമ്മൾ ജൂലൈയിൽ ഓപ്ഷൻ കൊടുക്കാൻ നേരത്തെ കേരളത്തിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഓരോ കുട്ടിയുടെയും ഓപ്ഷൻ്റെ നേരെ ട്യൂഷൻ ഫീസ് 0 എന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ FM എന്ന കാറ്റഗറിയിൽ നമുക്ക് രജിസ്ട്രേഷൻ അനുവദിച്ച് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ട്യൂഷൻ ഫീസ് ഒഴിവാക്കി അവിടുത്തെ ചിലവുകൾ മാത്രം, താൽക്കാലിക ചിലവുകൾ മാത്രം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ ഫീസൊക്കെ അടച്ചു തന്നെ നമുക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആണെങ്കിലും പ്രവേശനം ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കീം 2024 അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം റിസർവേഷനുകളെക്കുറിച്ചുള്ളത് വീഡിയോകൾ നമ്മൾ ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥികൾക്കും അർഹമായിട്ടുള്ള റിസർവേഷനുകൾ ഉൾപ്പെടെയാണ് ഏപ്രിൽ 17
കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഏപ്രിൽ 24 വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫിക്കേഷൻ പൂർത്തിയായി മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോഴാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ പരിശോധിക്കുകയും ഏതൊക്കെ റിസർവേഷനാണ് അനുവദിച്ച് കിട്ടിയിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ആവശ്യത്തിന് സമയവും കേരള എൻട്രൻസ് കമ്മീഷണർ അനുവദിക്കും. കീം 2024 പുതിയ വാർത്തകൾക്ക് വേണ്ടി ബുർലിൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്ഥിരമായി കാണുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.